ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? ഇവിടെ നല്ല വെയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദിവസം മുമ്പ് ഒരു ഇട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ കുറച്ച് തക്കാളി തൈയൊക്കെ വെച്ചത്. അപ്പോൾ അതിന് ഇനി നമുക്ക് കായും പൂവൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് ഒഴിച്ച് കൊടുക്കുക എന്നറിയണമല്ലോ. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കിന്ന് ഫസ്റ്റ് മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. മുറ്റമൊന്നും തൂത്തിട്ടില്ല, നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഞ്ഞൊക്കെ ഉള്ളത് കൊണ്ടേ എല്ലാ ചെടികളും പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് മുറ്റം തൂത്തുങ്ങാണ്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് തരാൻ മറക്കണ്ട. എന്തെങ്കിലുമൊക്കെ കമൻ്റൊക്കെ ഇട്ടോളൂ കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുറ്റം തൂക്കാം. അപ്പോൾ ഇവിടെ ഒരു മാവില്ലത് കാരണം എപ്പോഴും ഇപ്പോൾ എല്ലാ മരങ്ങളും ഇലക്കൊഴിയുന്ന ഒരു സമയമാണല്ലോ. റബ്ബറൊക്കെ ഉള്ളവർക്ക് നല്ലോണം ഇലക്കൊഴി. ഇപ്പോൾ ജൂൺ ജൂലൈ ഡിസംബർ ഒക്കെ ഇല ഒഴിയുന്ന സമയമാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു മാവാണുള്ളത്, അതിനുമുണ്ട് അത്യാവശ്യം ഇലയൊക്കെ. പിന്നെ ഇടയ്ക്ക് ഓരോ കാറ്റും ഒക്കെ ആയപ്പോഴേ അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ തക്കാളി തൈയൊക്കെ അത്യാവശ്യം വേരൊക്കെ ഇതായി തോന്നുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ 2 ദിവസം മുമ്പ് പിന്നെ കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കൂലേ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെ ചേർക്കണമെന്ന് കാണിച്ചു തരാം. അപ്പം അങ്ങനെ മുറ്റൊക്കെ ഒന്ന് തൂത്ത് വാരിയിടട്ടെ കേട്ടോ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഞാൻ നമ്മളെ അലോവേരൻ്റെ 2 തണ്ട് എടുത്തേക്കണം കേട്ടോ. ചെറുതാണ് എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് കുറച്ച് മതി എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലതാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കത് ഈ കഞ്ഞിവെള്ളം അപ്പം നമ്മൾ ഈ ബക്കറ്റിലാണ് കേട്ടോ അത് കൂട്ടാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിക്ക് ഞാൻ മഞ്ഞപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ കത്തിച്ച വെണ്ണീറുണ്ടാവുമല്ലോ അതും. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചാൽ അത് ഒഴിച്ച് കൊടുത്താൽ നമ്മളെ ഇല ചുരുണ്ട് വരിക, അതേമാതിരി ഈ ചെറിയ ചെറിയ പ്രാണികൾ ഇല്ല ശല്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ അലോവേരൻ്റെ അത് നമ്മൾ ജ്യൂസാക്കി അടിച്ചല്ലോ, അത് നല്ലോണം അരച്ചത് അതിക്ക് ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മളെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, പിന്നെ അതിക്ക് ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടോ ഇതേപോലെ ആയി. ഇനി നമ്മളെ ചെടികൾക്കും തക്കാളി തൈ, മുളകും തൈ, വഴുതന തൈ, അങ്ങനെയല്ലേ നമ്മളെ കൃഷി എന്തുണ്ടോ. പിന്നെ ഇതൊരു കുമ്പളങ്ങ തൈയാണ് കേട്ടോ. ഇത് നമ്മൾ വേസ്റ്റ് ഇട്ടപ്പോൾ അതിൽ തന്നെ മുളച്ച് വന്നതാണ്. അത് നല്ലൊരു തൈ ആയിക്കണം കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് സംരക്ഷിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മളെ തക്കാളി തൈ കണ്ടോ നല്ലോണം വേരൊക്കെ ഓടിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട്. ഇത് കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് കുമ്പളങ്ങ തൈ ഒരു ചെടിച്ചട്ടിയിലാണ് കേട്ടോ. അതിക്ക് ഞാൻ നമ്മൾ ഓരോന്നൊക്കെ ഉണ്ടാക്കണതിൻ്റെ പിന്നെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി തട്ടിയിട്ട് അങ്ങനെ അതിൽ തന്നെ മുളച്ചതാണ്. പിന്നെ ഉള്ളി രാവിലത്തെ ഇതിൻ്റെ വേസ്റ്റാണ്. അത് ഞാൻ ഇങ്ങനെ ഓരോ റോസൻ്റെയോ തെച്ചിൻ്റെയൊക്കെ ചോട്ട് കൊണ്ടുപോയിടും. അങ്ങനെ ഒന്നും കളയാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്. അസ്സലാമു അലൈക്കും.